ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അവർ നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോടായിരിക്കും അവർ ആദ്യം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മോശം കാര്യമാണോ അതല്ലെങ്കിൽ നല്ല കാര്യം മാത്രമാണോ പറയാൻ പറ്റുക, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കില്ല. എല്ലാം നിങ്ങളോട് പറയണം. അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണെങ്കിലും ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അവർ നോക്കുന്നുണ്ടാവില്ല. എപ്പോഴും എല്ലാതും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ പറയുന്ന ആദ്യത്തെ പേഴ്സൺ നിങ്ങളായിരിക്കും. അതായത് എന്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യം അവർ വന്ന് പറയുന്നത് നിങ്ങളോടായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും അതിനെ ബഹുമാനിക്കുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കും ആ പെൺകുട്ടി എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇനിയുള്ള പ്ലാനിങ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. ചോദിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിലൂടെ അവരെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ചിലപ്പോൾ അവരായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നിനക്ക് നേടാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ഇൻസ്പയർ ചെയ്യുന്നതൊക്കെ ആ ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ അവരെപ്പോഴും ഒരു റെസ്പെക്റ്റോട് കൂടി കാണുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ശരിക്കും നിങ്ങളോട് ഇഷ്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. യഥാർത്ഥമായി നിങ്ങളോട് ഇഷ്ടമില്ലാത്തൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെയൊന്നും നിങ്ങളെ ശരിക്കും സ്നേഹിക്കാത്ത ഒരു പേഴ്സൺ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സ്നേഹിക്കുന്ന ഒരാൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അതായത് എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാൾ മാത്രമായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യത്തിൽ പറയുന്നത്, അവരുടെ സന്തോഷത്തെക്കാൾ കൂടുതലായിട്ട് അവർ നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകും എന്നുള്ളതാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം എന്നായിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക. സോ അതിന് വേണ്ടിയിട്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് വേണ്ടി പോലും പല കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ടാവും, ചെയ്യാതിരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ആവില്ല നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതും നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ളതും തിരിച്ചറിയാം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. പാസ്റ്റിലെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രസന്റ് ലൈഫിൽ സംഭവിക്കുന്നതും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ചിലരെന്ന് പറയുമ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളൊന്നും പറയണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ, നിങ്ങൾക്ക് സ്നേഹം കുറയുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് പറയണ്ടാവില്ല. പക്ഷെ ഒട്ടുമിക്ക പെൺകുട്ടികളും അവരുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പോലും നിങ്ങളോട് പറയുന്നുള്ളതാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നുണ്ടാവും. തീരെ പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയാതിരിക്കുകയുള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കാതെ തന്നെ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു സിൻസിയർ ലവ് ആണ് എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏതൊരു സമയത്തും, അതായത് നല്ല സമയത്തും ചീത്ത സമയത്തും ഒക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ഒരു കൂട്ടാളിയായിട്ട്, നിങ്ങളുടെ ശക്തിയായിട്ടും സപ്പോർട്ടറായിട്ടും ഒക്കെ നിൽക്കുന്നത് ഈ ഒരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, എത്ര മോശം ടൈമാണ് എന്നുണ്ടെങ്കിലും അതിനിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും, ഇവിടെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത്രയും ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഓക്കെ ആവുന്നുണ്ട്, മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടി കൂളായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരാളായിരിക്കും ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങൾക്ക് എപ്പോഴും ഒരു പവറായിട്ട്, ഒരു ശക്തിയായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ടാവുക. അത്തരത്തിലൊരു ഫീൽ നിങ്ങൾക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതും നിങ്ങൾ സന്തോഷമായിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ്. അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളോട് ശരിക്കും സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4-5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളും അവരിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. അതായത് അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്.
സോ അപ്പോൾ ഇനിയും ഇതൊക്കെ ഉണ്ടായിട്ടും ഇനിയും അവർക്ക് നിങ്ങൾ ഇഷ്ടമാണോ അല്ലേ എന്നുള്ള സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നത് ലൈഫ് ലോങ് കൂടെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ തിരിച്ചും അങ്ങനെ തന്നെ നിങ്ങളും ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ടി അങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ടും മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അങ്ങോട്ടും അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, സന്തോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരുടെയും റിലേഷൻഷിപ്പും എല്ലാം നന്നായിട്ട് തന്നെ പോകട്ടെ, സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ, ആഗ്രഹിച്ചതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്